ജമ്മു കാശ്മീരിൽ ഭീകരന്മാരുടെ വമ്പൻ പദ്ധതികൾ തകർത്തെറിഞ്ഞ് സുരക്ഷാ സേന. ധോഡ വനത്തിൽ നിന്ന് ഭീകരരുടെ ഒളിത്താവളം അടക്കം തകർത്തു. ഇവരുടെ പക്കൽ നിന്നും വൻ ആയുധശേഖരമാണ് കണ്ടെടുത്തതെന്നും അതേപോലെ തന്നെ ഈ വനമേഖലയിൽ നിന്ന് ഒരു SLR റൈഫിലുകളും വെടിയുണ്ടുകളും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പിടിച്ചെടുത്ത ആയുധങ്ങളുടെ ഉറവിടം കണ്ടെത്തുവാനും ഇതിന് പിന്നിലുള്ളവരെ തിരിച്ചറിയുവാനും ഇപ്പോൾ പോലീസ് അന്വേഷണ സംഘം അതായത് അവിടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തത് ആ മേഖലയിലെ സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുവാനും ദേശവിരുദ്ധ ശക്തികളെ തുടച്ചു നീക്കുവാനും നിർണായകമാകുമെന്നാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ ധോഡ ജില്ലയിലാകട്ടെ സമാധാനവും സുസ്ഥിരതയും പൊതുസുരക്ഷയും നിലനിർത്തുന്നതിനുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയാണ് ഈ ഓപ്പറേഷൻ തെളിയിക്കുന്നതെന്ന് പോലീസ് പറയുന്നു. പിടിച്ചെടുത്ത ആയുധങ്ങളുടെ ഉറവിടം കണ്ടെത്തുവാനും ഇത് ഒളിപ്പിച്ചു വെച്ച ഗ്രൂപ്പുകളായോ അല്ലെങ്കിൽ അവരെ തിരിച്ചറിയുവാനും കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം ഷോപ്പിയാനിൽ നടന്ന റെയ്ഡുകളാകട്ടെ നേരത്തെ നവംബറിൽ വലിയ രീതിയിൽ അവിടെ അന്വേഷണ സംഘം ആ പ്രദേശത്ത് വളഞ്ഞുകൊണ്ട് വലിയ പ്രധാനപ്പെട്ട റെയ്ഡുകളാണ് നടത്തിയത്. നിരോധിത സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുമായി തന്നെ ബന്ധമുള്ള വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു UAPA നിയമപ്രകാരം തന്നെ ഈ പരിശോധനകൾ നടത്തിയത്. ഹിസ്ബുൾ മുജാഹിദ്ദീൻ പോലുള്ള തീവ്രവാദി ഗ്രൂപ്പുകളുമായി തന്നെ ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ജമ്മു കാശ്മീരിനെ ഇന്ത്യൻ സർക്കാർ പലതവണ നിരോധിച്ച ഒരു സംഘടനയാണ്. മാത്രമല്ല ഏറ്റവും ഒടുവിലായി തന്നെ 2019 ഏർപ്പെടുത്തിയ നിരോധനം 2024 ഫെബ്രുവരിയിൽ 5 വർഷത്തേക്ക് കൂടി നീട്ടി നൽകുകയും ചെയ്തിരുന്നു. 1947 ഇന്ത്യ വിഭജനത്തിന് ശേഷം ഈ പ്രസ്ഥാനമാകട്ടെ പാകിസ്ഥാൻ, ഇന്ത്യ എന്നിവിടങ്ങളിൽ തന്നെ സ്വാതന്ത്ര്യ സംഘടനയായി തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങിയവയാണ്. അതേപോലെ പ്രത്യേക രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തീവ്രവാദ ഒളിത്താവളത്തിൽ നിന്ന് സുരക്ഷാ സേന ഒരു റൈഫിൽ, 2 മറ്റ് ഗ്രനേഡുകൾ, 20 തത്സമയ വെടിയുണ്ടകൾ എന്നിവ കണ്ടെടുത്തിരിക്കുന്നത്. മേഖലയിലെ സുരക്ഷാ അത് ശക്തിപ്പെടുത്തുന്നതിനുള്ള ഏകോപന ശ്രമങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ ആ സ്ഥലത്തു നിന്നും അവിടുത്തെ സുരക്ഷാ സേനയുടെ മേൽനോട്ടത്തിൽ തന്നെ ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. ദേശവിരുദ്ധരോ സാമൂഹിക വിരുദ്ധരോ മാരകായുധങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനും അതേപോലെ തന്നെ ആ ജില്ലയിലെ സമാധാനത്തിനും അവിടുത്തെ പൊതുസുരക്ഷയ്ക്കും ഗണ്യമായ സംഭാവന നൽകുന്നതിനും ഈ പിടിച്ചെടുക്കൽ സഹായകരമാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതുവരെ ആരെയും തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും കണ്ടെടുത്ത ആയുധത്തിന്റെ ഉത്ഭവമാകട്ടെ അത് കണ്ടെത്തുന്നതിനും അത് മറച്ചുവെച്ചതിന് ഉത്തരവാദികളായവരെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് എന്നും സുരക്ഷാ സേന ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇവരെ കണ്ടെടുക്കുന്നതിലൂടെ തന്നെ വലിയ ശിക്ഷാ നടപടികൾ ഇവർക്ക് വിധിക്കുമെന്നതും ഇപ്പോൾ അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.